ഞാൻ സൂപ്പർ സ്റ്റാർ ആയി എന്നല്ല പറയുന്നത്. എന്നാലും ജനങ്ങൾ എന്നെ പറ്റി അങ്ങനെ പറയുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഞാൻ വളരെ അനുസരിച്ചിട്ടാണ്. അതേപോലെ തന്നെ ഒരു വേൾഡ് റെക്കോർഡ് കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന സോങ്സ് ആണ് നമ്മളെന്ന് പറയുമ്പോൾ. അതുകൊണ്ട് മാത്രം പക്ഷേ എൻ്റെ ആരാധകരുടെ അവരുടെ അവസ്ഥ അവരോട് പറയണ്ടേ, സന്തോഷമായിട്ട് ഇങ്ങനെ ആളുകൾ മോശമായിട്ട് കമന്റ്സ് എഴുതുന്നു. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ പരിചയത്തിലുള്ള ആളുകളൊക്കെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്ക് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താവുന്നതാണ്. അസൂയ വലിയ കാര്യമൊന്നുമില്ല. കാരണം അസൂയ എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ചിലപ്പോൾ എനിക്കെതിരെ ആളുകൾ പലതും പറഞ്ഞതിന് മെയിൻ കാരണം ഇപ്പം ഞാൻ ക്യാമറ വെച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അപ്പോൾ ഇയാൾക്ക് ഒരു ലോക റെക്കോർഡ് കിട്ടുമല്ലോ എന്നുള്ള പേടിയാണ് പലർക്കും വരുന്നത്. അതാണ് ഒരു കാരണം. പിന്നെ 6 നായികമാരുണ്ട്, ഇയാൾ 6 നായികമാരെ വെച്ച് ചെയ്യുന്നല്ലോ. ഇതൊന്നും ഒരു അസൂയന്റെ കാരണമല്ല. നമുക്കിഷ്ടമല്ലെങ്കിൽ കാണണ്ടെന്ന് വെക്കുക. പക്ഷെ ഈ രീതിയിൽ മോശമായിട്ടുള്ള കമന്റ്സ് എഴുതുകയും ചെയ്യുമ്പോൾ ആരാധകർക്ക് അത് വളരെ പ്രയാസം ഉണ്ടാക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അവരെ ഇത്തരം ചെയ്യുന്ന ആളുകളെ നിരുത്സാഹപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സർ, സാറിന്റെ വിമർശകരോട് സാറിന് കൊടുക്കാനുള്ള സന്ദേശം എന്താണ് സാർ? വിമർശകരോട് എനിക്ക് പറയാനുള്ളത്, തീർച്ചയായിട്ടും നിങ്ങൾ വിമർശിക്കണം. ജെന്യുവൻ ആയിട്ട് കുറച്ചുകൂടി വിമർശിക്കാൻ ശ്രമിക്കും. കാരണം ഞാനിപ്പോൾ തന്നെ ഫോണൊക്കെ തിരുന്നതിന് വേണ്ടിയിട്ടാണ് ചിന്തിച്ചു നോക്കും. ഞാൻ പെർഫെക്റ്റ് ആണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. പല കാര്യങ്ങളും ഞാൻ ഇമ്പ്രൂവ് ചെയ്യപ്പെടേണ്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ അത് എങ്ങനെ വേണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. നമ്മളിപ്പോൾ ഒരാളെങ്ങനെയും നശിക്കട്ടെ, ഇയാളൊരു മലയാളിയാണല്ലോ, ഈ രീതിയിൽ നിങ്ങൾ വിമർശിക്കരുത്. ഇപ്പൊ തന്നെ കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട ചെറിയ മക്കൾ ഇപ്പൊ നഴ്സറിയിലും അംഗനവാടിയിലൊക്കെ സൂപ്പർ ഹിറ്റാണ് എൻ്റെ അംഗനവാടിയിലെ ടീച്ചർ എന്ന് പറഞ്ഞ. അപ്പോൾ അതുപോലെ ആ ഒരു ലെവലിൽ വരണം. നമ്മളുടെ കുട്ടികൾക്ക് നമ്മളോടൊരു ദേഷ്യമില്ല, അതുകൊണ്ട് അവർ നമ്മളെ ഇഷ്ടപ്പെടുന്നു. അവിടെ ഒരു അസൂയയുടെ ലെവലിൽ നിന്നുകൊണ്ടാവരുത് വിമർശനങ്ങൾ. കേരളം എന്ന് പറഞ്ഞൊരു 100% സാക്ഷരത നേടിയ സംസ്ഥാനമാണ്. അറ്റ്ലീസ്റ്റ് അതെങ്കിലും വിചാരിച്ച് സംസ്കാരം എന്ന് പറയുന്നത് അച്ഛനും അമ്മയിൽ നിന്ന് കിട്ടുന്നതാണ്. ഒരു വേള അത് കിട്ടിയില്ലെങ്കിൽ തരക്കിടില്ല. ആളുകളുടെ മുന്നിൽ നമുക്കത് ഉള്ളതായിട്ടൊന്ന് കാണിച്ച് നമ്മൾ അത് ചെയ്യണം എന്നൊരു അഭിപ്രായമുണ്ട്. കാരണം ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ നോക്കണം. നിന്നെ പോലുള്ള വിവരദോഷികളും അല്പന്മാരുമാണ് മലയാള സിനിമയുടെ യഥാർത്ഥ പ്രതിസന്ധി. ഒട്ടനേകം പേരുടെ ചോരയിലും കണ്ണീരിലും വിയർപ്പിലും കെട്ടിപ്പടുത്തതാണടാ സിനിമ. അത് നശിപ്പിക്കാൻ നോക്കിയാൽ സമ്മതിക്കില്ല. സാർ, ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചതിന് വളരെ നന്ദി. സാറിന് എല്ലാ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു.